എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധമധ്യായം 39 ഇന്ന് ആരംഭിക്കുന്നു. അഥ ശ്രീമദ്ഭാഗവത ദശമസ്കന്ധ ഏകോനചത്വാരിംശോऽധ്യായഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവാന്റെ ആ സൽക്കാരത്തിൽ അങ്ങോട്ട് ലയിച്ച് ആനന്ദമഗ്നായിട്ടുള്ള ആ അക്രൂരൻ എങ്ങനെ ഇരിക്കുമ്പോ ഇതാ ഭഗവാൻ മധുരയിലെ വർത്തമാനങ്ങളൊക്കെ ചോദിക്കുകയാണ്. കംസന്റെ ഉദ്ദേശങ്ങളും മറ്റും അക്രൂരൻ ഭഗവാനോട് ഒട്ടും മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞു. പിന്നീട് ആ ധനുയാഗം കാണാൻ കംസൻ പ്രത്യേകം ക്ഷണിച്ചിട്ടുണ്ടെന്ന് നന്ദഗോപരോടും പറഞ്ഞു. എല്ലാവരും വരണം, ഗോരസങ്ങളോട് കൂടിയിട്ട് ഗോപന്മാരെല്ലാവരും ആ രാമകൃഷ്ണന്മാരെയും കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് കംസൻ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അക്രൂരൻ. നന്ദഗോപർക്ക് അത് കേട്ടപ്പോ വളരെ സന്തോഷായി. ദൂതൻ മുഖേന ഗോപന്മാരോടെല്ലാം ഉത്സവം കാണാൻ മധുരയ്ക്ക് പുറപ്പെടണം എന്ന് കൊട്ടിയറിയിച്ചു. നാളെ രാവിലെ തന്നെ ഗോപന്മാരെല്ലാം ഗോരസത്തോടുകൂടി മധുരയ്ക്ക് പുറപ്പെടണം. മഹാരാജാവിന്റെ പ്രത്യേക ക്ഷണമുണ്ട്. രാമകൃഷ്ണന്മാരും ഉത്സവം കാണാൻ പുറപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ദൂതൻ കൊട്ടിയറിയിച്ചത്. ശ്രീകൃഷ്ണൻ മധുരയ്ക്ക് പോകണു എന്നുള്ള വാർത്ത അങ്ങോട്ട് കേട്ടില്ലേ, ഗോപസ്ത്രീകൾ വല്ലാതെ ദുഃഖിച്ചു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സ്തംഭിച്ചു പോയി അവര്. വിരഹതാപത്താൽ അവരുടെ മുഖപത്മം വാടി വരണ്ടു. കണ്ണിൽ നിന്ന് അശ്രുധാരകൾ ഇങ്ങനെ ഒഴുകി ഒഴുകി വിരഹകാതരകളായ അവര് ഭഗവാന്റെ കടാക്ഷവും പുഞ്ചിരിയും സാന്ത്വന വാക്കുകളും ചിന്തിച്ച് ചിന്തിച്ച് തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി. അവര് കൂട്ടമായി വഴിയിലേക്ക് ഇറങ്ങി നിന്ന് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാണ്, അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് അല്പവും ദയയില്ലാത്തവനാ. അങ്ങ് സൃഷ്ടിച്ച ജീവികളെ ഓരോ കാരണത്തിൽ അന്യോന്യം സ്നേഹിപ്പിക്കണു. ആ സ്നേഹം പൂർണ്ണമായി കഴിഞ്ഞാൽ അവരെ വേർപെടുത്തണം. ഹൃദയം പൊട്ടി അവരുടെ കണ്ണീര് കണ്ട് അങ്ങ് 4 മുഖം കൊണ്ട് ചിരിക്കുകയാണ് അല്ലേ? അങ്ങ് ഇത്രയും ഹൃദയശൂന്യനാണല്ലോ. അങ്ങയുടെ സൃഷ്ടി സാമർഥ്യം മുഴുവനും കണ്ണന്റെ സ്വരൂപത്തിൽ കാണിച്ച് ഞങ്ങളുടെ കണ്ണിന് മുമ്പിൽ കാണിച്ചു തന്ന് പൂർണ്ണമായും സ്നേഹിപ്പിച്ച് ഇപ്പൊ ഇതാ വേർപെടുത്തുന്നു. അങ്ങ് തന്നെയാണ് അക്രൂരൻ എന്ന പേരിൽ വന്ന് കണ്ണനെ ഞങ്ങളിൽ നിന്നും കവർന്നു കൊണ്ടുപോകുന്നത്. അങ്ങയുടെ പേര് അക്രൂരൻ എന്നൊന്നുമല്ല, ക്രൂരൻ. ക്രൂരൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിക്രൂരൻ എന്നാണ് തീർച്ച. അങ്ങനെ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കണോ എന്ന് പറയും ബ്രഹ്മാവിനോട് പറയും എല്ലാവരും കൂടിയിട്ട്. കരുണാനിധിയായ നന്ദസൂനു അനാഥകളായ നമ്മളെ ഉപേക്ഷിക്കുമോ? കണ്ണന്റെ യാത്രയ്ക്ക് യാതൊരു തടസ്സവും ഇല്ലാതെ വന്നതുകൊണ്ട് ദൈവഹിതവും ഈശ്വരനും നമുക്ക് വിപരീതമാണെന്ന് തീർച്ച. മധുരാപുരിയിലെ സ്ത്രീകള് മഹാഭാഗ്യവതികളാണ്. ഇനി അവര് ശ്രീകൃഷ്ണന്റെ സൗന്ദര്യാമൃത ആസ്വദിക്കാൻ പോണു. അല്ലയോ സഖി, സുന്ദരികളായ പട്ടണ സ്ത്രീകളുടെ വാക്കിൽ മയങ്ങി നമ്മുടെ ശ്യാമസുന്ദരൻ മടങ്ങി വരിക എന്നുള്ളത് ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നണത്. യാതൊരാൾക്ക് വേണ്ടി നമ്മൾ സർവസ്വവും ത്യജിച്ചു പോകും. ആ ജീവിതേശ്വരന്റെ വേർപാട് നമ്മൾ എങ്ങനെ സഹിക്കുക? എങ്ങനെ ഇനി ജീവിതം നയിക്കും? സഖി, നമുക്ക് കണ്ണന്റെ യാത്രയെ തടയണം. നമ്മുടെ രക്ഷിതാക്കൾക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ അവര് ആ ഭഗവത് പ്രേയസികളായ ഗോപസ്ത്രീകളെ, ഹേ ഗോവിന്ദ, ഗോവിന്ദ, ദാമോദര, മാധവ, ഞങ്ങളെ ഉപേക്ഷിക്കരുത്, ഇങ്ങനെ ലജ്ജ വിട്ട് ഉറക്ക കരയുക. അക്രൂരിന്റെ തേരില് രാമകൃഷ്ണന്മാര് കയറി ഇരുന്നു കഴിഞ്ഞു. നന്ദഗോപരും ഗോപന്മാരും ഒക്കെ ശകടങ്ങളില് ആ ഗോരസങ്ങള് കയറ്റി യാത്രയാക്കി. ഉത്തരവത്സലയായ യശോദ പാവം ശ്രീകൃഷ്ണന് കഴിക്കാനുള്ള പാലും പലഹാരങ്ങളും തേരിലെടുത്തു വെച്ചു. പിന്നെ കണ്ണൻ ഇനി തിരിച്ചു വരില്ല എന്നുള്ളതൊന്നും യശോദയ്ക്ക് അറിയില്ല. ഉത്സവം കാണാൻ പോവല്ലേ. അക്രൂര, ഇത് കൊടുക്കണട്ടോ, കണ്ണന് വിശക്കുമ്പോഴേ ഈ പാലും വെണ്ണയൊക്കെ കൊടുക്കണേ എന്ന് പറഞ്ഞിട്ട് ധാരാളം എടുത്തു വെക്കുക കണ്ണൻ തേരില്. ആ പുത്രസ്നേഹം ഉള്ളിൽ ഒതുങ്ങാതെ ആ മാതാവിന്റെ കണ്ണിൽ കൂടി കണ്ണുനീരായിട്ട് ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. ഈ സമയം ആ ഗോപികളുടെ സങ്കടം കണ്ട് ഭഗവാൻ ദൂതൻ മുഖേന അടുത്ത് തന്നെ ഞാൻ മടങ്ങി വരും എന്ന് അവരെ പോയിട്ട് സമാധാനിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുക. അക്രൂരൻ അതിവേഗത്തിൽ തേരോടിച്ചു. വേഗം വിട്ടോളൂ, ഇനി ഇവിടെ നിന്നാ അപ്പൊ കണ്ണനും കുറച്ച് വിഷമുണ്ടേ, അത് പറയും വേഗം വിട്ടോളാൻ പറയുക. കണ്ണിൽ നിന്നും തേര് മറയുന്നത് വരെ ആ പ്രേമസ്വരൂപിണികളായ ഗോപികള് നോക്കി നിന്നു. ഭഗവത് സ്വരൂപം കണ്ണിൽ നിന്നും മറിഞ്ഞതോടുകൂടി അവര് മോഹാലസ്യപ്പെട്ടു വീണു. പിന്നീട് ഭഗവാന്റെ ലീലകളെ സ്മരിച്ചും കീർത്തിച്ചും ലൗകിക ക്ലേശങ്ങളെ കൂടാതെ അവര് ജീവിതം നയിക്കണം. ഇതൊക്കെയാണ് ഈ അധ്യായത്തില് വിസ്തരിച്ചു പറയണത്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ
സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. കഥാമയം ഭാഗവതാഭിധാനാം ഹരേ തനും തേ ചരിതൈസ്തുതേ യഥാമതി ത്വൽപരിതോഷകാമസ്തൗമി സീദാച്യുത മാരുതേശ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഗംഗണപതേ നമഃ. സംസരസ്വതേ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച സുഖോപവിഷ്ടപര്യങ്കേ രാമകൃഷ്ണോരുമാനിത ലേഭേ മനോരഥാൻ സർവാൻ പതിയാൻ സചകാരഃ. ഭക്തന്മാരുടെ മനോരഥങ്ങളൊക്കെ സത്യങ്ങളായിട്ട് ഭവിക്കും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീശുക ബ്രഹ്മർഷി പറയാണ്. നന്ദഗോപര് കുശലൻ എല്ലാം ചോദിച്ചു പോയ ശേഷം ബലരാമനും ശ്രീകൃഷ്ണനും അക്രൂരന്റെ അടുത്ത് അതൊക്കെ വന്നു. എന്നിട്ട് അക്രൂരനെ നല്ലോണം ബഹുമാനിച്ച് നല്ലൊരു മഞ്ചത്തില് ഒരു ശയ്യയിലിരുത്തി പാദങ്ങനെ തലോടിക്കൊണ്ടിരുന്നു. അപ്പൊ ഗോകുലത്തിലേക്ക് പോണ വഴിയില് അക്രൂരൻ എന്തെല്ലാം വിചാരിച്ചുവോ ആ സകല മനോരഥങ്ങളും സഫലങ്ങളായിട്ട് ഭവിച്ചു. അതാണ് ഭഗവാന്റെ പ്രസാദം അക്രൂരൻ ലഭിച്ചത്. ആശ്ചര്യം തന്നെ എന്ന് പറയുന്നു. കിമലഭ്യം ഭഗവതി പ്രസന്നേ ശ്രീനികേതനെ തഥാപി തൽപരാരാജൻ നഹി വാഞ്ചന്തി കിഞ്ചന. രാജാവ് ശേഷബ്രഹ്മർഷി പറയുന്നു, മഹാലക്ഷ്മിയുടെ കടാക്ഷത്തിൽ നിന്ന് സകല സുഖസാധനങ്ങളും ഉണ്ടാവണം. മഹാലക്ഷ്മി കടാക്ഷിച്ചാൽ എന്താ, എല്ലാ വസ്തുക്കളും ഒരു വിഷമം കൂടാതെ ലഭിക്കും. അങ്ങനെയിരിക്കുന്ന ആ ശ്രീഭഗവതി യാതൊരുവനിൽ വസിക്കുന്നുവോ, ആ ഭഗവാൻ ആരെക്കുറിച്ച് പ്രസാദിക്കുന്നുവോ അവന് സാധിക്കാത്തതായ കാര്യം യാതൊന്നുമില്ല. ശ്രീഭഗവതി താമസിക്കുന്നത് ഭഗവാന്റെ മാരടത്തിലല്ലേ. അപ്പോ ആ ഭഗവാനെ പ്രസാദിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, വേറൊന്നും, ഒരു വിചാരിച്ച സകല കാര്യങ്ങളും സാധിക്കും എന്നർത്ഥം അല്ലെ. എന്നാലും ഭഗവാനെ കുറിച്ച് പരമപ്രീതിയുള്ള ഭക്തന്മാര് യാതൊന്നും ആഗ്രഹിക്കുന്നില്ല. ഭഗവാനേക്കാളും വലുതായ യാതൊന്നും അവര് കാണാത്തത് കൊണ്ട് അവർക്ക് യാതൊരു ആഗ്രഹവുമില്ല. ഭഗവത് ചിന്ത കൊണ്ട് തന്നെ അവര് പൂർണ്ണകാമന്മാരായിട്ട് ഭവിക്കുന്നു. അതിനാൽ അക്രൂരന്റെ മനോരഥങ്ങൾ സാധിച്ചതിൽ എന്താ ആശ്ചര്യമുള്ളത് ചോദിക്കാണ്. ഭക്തന്മാര് ആഗ്രഹിക്കുന്നതായാൽ ഇത് മാത്രല്ല, അവരെന്താ ആഗ്രഹിക്കുന്നുവോ അതൊക്കെ സാധിക്കാതിരിക്കില്ല. അതാണ് ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞതിന്റെ സാരം. സായന്തനാശനം കൃത്വാ ഭഗവാൻ ദേവകീസുത സുഹൃത്സു വൃത്തം കംസസ്യ പപ്രച്ഛാന്യചികീർഷിതം. രാത്രി അത്താഴം കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ പതുക്കെ അക്രൂരന്റെ അടുത്ത് പോയി കിടന്നു. എന്നിട്ട് ചോദിക്കുന്നു, എന്തൊക്കെയാ കംസന്റെ വിശേഷങ്ങള്, ആ വസുദേവരെ മുതലായിട്ടുള്ള എങ്ങനെയാ അവരെയൊക്കെ രക്ഷിക്കണത്, എന്തൊക്കെയാ അവരെ ഉപദ്രവിക്കണുണ്ടോ, എന്തൊക്കെയാ കാര്യങ്ങള് വിസ്തരിച്ചു പറയൂ ചെറിയച്ഛ എന്ന് പറയണ. ഭഗവാൻ ഇതെല്ലാം അറിയാമല്ലോ, എന്തിനു വേണ്ടിയിട്ടാണ് കംസൻ അക്രൂരനെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എല്ലാം അറിയാം. എന്നാലും അക്രൂരനോട് ചോദിക്കാം. ശ്രീ ഭഗവാൻ ഉവാച താത സൗമ്യാഗത കച്ചിൽ സ്വാഗതം ഭദ്രമസ്തുവ
അഭിസ്വജ്ഞാതിബന്ധൂനാം അനമേവം അനാമയം. ഭഗവാൻ ചോദിക്കുകയാണ് അക്രൂരനോട്, ഹേ സൗമ്യ താത ക്രൂരഭ, അങ്ങയുടെ ആഗമനം, അങ്ങ് ഇവിടെ വന്നത് വളരെ സന്തോഷായിട്ടോ, ഞങ്ങൾക്ക് സുഖമായിട്ട് വന്നില്ലേ, യാത്രയൊക്കെ വളരെ സുഖമായിരുന്നില്ലേ ചോദിക്കുക. വഴിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ, അങ്ങയ്ക്കും അങ്ങയുടെ കുടുംബത്തിലെല്ലാവർക്കും ക്ഷേമം ഭവിക്കട്ടെ. അവിടെ ധാരാളം ബന്ധുക്കളുണ്ടല്ലോ, നമ്മുടെ ബന്ധുക്കളൊക്കെ, അവർക്കൊക്കെ ഒരു ദുഃഖമൊന്നും ഇല്ലല്ലോ, എല്ലാവർക്കും. കംസന്റെ രാജധാനിയിലാണെങ്കിൽ അവരുടെ അതാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ദുഷ്ടനായിട്ടുള്ള ഒരു ഭരണാധികാരി, അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കണ്ടോ? അവർക്കൊക്കെ സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കണം. എന്നിട്ട് പിന്നെ അതാ പറയുന്നുണ്ട്, ഈ ചോദ്യം ആവശ്യമില്ലാത്തതെന്ന് ഭഗവാൻ അറിയാം. ഇപ്പൊ നന്ദഗോപുരം ചോദിച്ച മാതിരി ഇത്രയും യാതൊരു കരുണയില്ലാതെ ഉള്ള ആ കംസന് ദുഷ്ട സ്വഭാവം തന്നെയാണ്. ആ കംസന്റെ കീഴിലുള്ളവർക്ക്, താമസിക്കുന്നവർക്കൊക്കെ സുഖം ഉണ്ടാവാൻ വഴിയില്ല. എന്നാലും അങ്ങനെ ചോദിക്കണം. കിന്നു ന കുശലം പൃച്ഛേ ഏധമാനേ കുലാമയേ കംസേ മാതുലനാമ്യംഗ സ്വാനാം നസ്തൽ പ്രജാസുജ. ഭഗവാൻ പറയണു, ഹേ അക്രൂര, രോഗം അങ്ങനെ മൂർച്ഛിച്ച് കിടക്കുന്ന ഒരാളോട് സുഖല്ലേ എന്ന് ചോദിക്കണ പോലെയാണല്ലേ ആയില്ലേ എന്റെ ചോദ്യം. നമ്മുടെ വംശത്തെ മുഴുവനും ബാധിച്ചിരിക്കുന്ന ഒരു മഹാരോഗമാണ് ആ കംസൻ. ആ കംസൻ ഇങ്ങനെ അഭിവൃദ്ധിയോടെ ഇരിക്കുമ്പോൾ നമുക്കും നമ്മുടെ ബന്ധുക്കൾക്കും എന്ന് വേണ്ട, അവന്റെ പ്രജകൾക്ക് ആർക്കെങ്കിലും സൗഖ്യം ഉണ്ടാവാൻ വഴിയുണ്ടാവും? ഇല്ല. പിന്നെ എന്നാലും കുശലമോ എന്തെങ്ങനെ സുഖല്ലേ എന്ന് ഞാൻ ചോദിക്കണേൽ എന്താ അർത്ഥമുള്ളതല്ലേ ചെറിയച്ഛ ചോദിക്കുന്നു. ബാക്കിയുള്ള ശ്ലോകങ്ങൾ നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.